എടാ സനീഷേ, നീ കല്യാണമൊന്നും കഴിക്കുന്നില്ല? കഴിക്കണമെന്നെല്ലാം ഉണ്ട്, പക്ഷെ പെണ്ണിനെ കിട്ടണ്ടേ. അല്ല, നീ എന്താ കഴിക്കാത്തെ? ഞാനോ? എന്തിന്? നിനക്ക് അറിയാതോണ്ടാ. എനിക്കവിടെ ബാംഗ്ലൂരിൽ 1-2 സെറ്റപ്പൊക്കെ ഉണ്ട്. അതിലൊന്നിനൊരു കുട്ടിയും ഉണ്ട്. നമ്മളെ സേതുവാണ്ട ഭാര്യ മരിച്ചെൻ്റെ തലേ ദിവസം പോയതാ ഞാൻ. അതിനുശേഷം ഇപ്പോഴാണ് ഞാൻ നാട് കാണുന്നത്. അവൾമാർ വിടണ്ടേ? പിന്നെ നിനക്ക് വേണ്ടി പുതിയൊരു സാധനം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പം കയ്യിലുണ്ടോ? നിനക്കെന്താ തിടുക്കായ? ഒരു ദിവസം ഞാൻ വിളിക്കാം. ഞാൻ വിളിക്കാം മുത്തേ. അപ്പൊ ശരി, പോട്ടെ. ഗോപാലേട്ടാ, ചായക്ക് ഇത്തിരി മധുരം കുറവാ. സനീഷേ, നീ ഇപ്പോൾ നാട്ടിലേക്കൊന്നും പോകാറില്ലേ? ഇടയ്ക്കൊക്കെ പോവും. അവിടെ ഇപ്പോൾ ആരൊക്കെയാ ഉള്ളത്? അവിടെ അമ്മ മാത്രമേ ഉള്ളൂ. സേതുട്ടാ, ഞാൻ വരാം. ഒന്ന് വീട് വരെ പോയിട്ട് വരാം. ശരി. ഗോപാലേട്ടാ, ഗോൾട്ടാ, നിങ്ങൾ നമ്മുടെ സനീഷിനെ കാണാറുണ്ടോ? കുറച്ചു നേരം മുമ്പേ വരെ അവനവിടെ ഉണ്ടായിരുന്നു ആചാരെ. പിന്നെ ആരോ ഫോൺ ചെയ്തപ്പോൾ ഇറങ്ങി പോകുന്നത് കണ്ടു. എന്തായിരുന്നു കാര്യം? ഒന്നും പറയാത്ത നല്ല. തൊഴിലിനായി ഇവിടെ വന്ന് കഷ്ടപ്പെടുന്നത് കണ്ട് ദേതോതി ഞാനവന് വീട് വാടക കൊടുത്തതാ. ഇതിപ്പോൾ എല്ലാ മാസവും വാടക കൊണ്ട് പിറകെ നടക്കേണ്ട അവസ്ഥയാ. നിങ്ങൾ കണ്ട കാര്യമായിട്ടിത് പറയണേ. ഞാൻ പറയാം ആചാരെ.